കർത്താവിന്റെ ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ 19 അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കാം. അതിന് യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തയിലെ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. യേശുവിനെ ക്രൂശിച്ചത് അവൻ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് അവരെല്ലാം ധരിച്ചു വെച്ചിരുന്നത്. രണ്ടാമത്, ആൾക്കാർക്ക് പേടിയുണ്ട്. യഹൂദന്മാരെ പേടിച്ചിട്ട് അവിടേക്ക് സഹായവുമായിട്ട് എത്തുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് എന്ന യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. അവൻ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് അവന് ധൈര്യമായിട്ട് പീലാത്തോസിന്റെ അടുക്ക ചെന്ന് ആ ശരീരം ചോദിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പോയി ചോദിച്ചു. അവിടെ പറഞ്ഞ അപ്പോ ആദ്യ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമസും അവന്റെ കൂടെ ചെന്ന് 100 റാത്തൽ മൂളും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ അടക്കി. അപ്പൊ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ഒരു ശവസംസ്കാരം ഈ അരിമത്തിയിലെ ജോസഫും നിക്കോദിമോസും കൂടെ അത് നടത്തി. അപ്പോ അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് അതിന് ഭയമില്ലായിരുന്നു, ചെയ്യാമായിരുന്നു. അവരത് ചെയ്തു. എന്നിട്ട് ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ആ തോട്ടത്തില് ഇതുവരെ ആ തോട്ടത്തിൽ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. അപ്പം ഈ കല്ലറയൊക്കെ നേരത്തെ റെഡിയായി വെച്ചിരിക്കുക. ആ സമയത്ത് ഉണ്ടാക്കിയല്ല. അവിടെ ഒരു കല്ലറ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. അവിടെ ഒരു തോട്ടം റെഡിയാക്കി വെച്ചിരുന്നു. കർത്താവ് ദൈവത്തിന്റെ മക്കൾക്ക് ഒരു കാര്യത്തിനും ഒരു രീതിയിലും ഒരു പ്രയാസം ഉണ്ടാകുകയില്ല. പ്രയാസം ഉണ്ടാകുന്നെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയാണ്. ഏറ്റവും പ്രയാസമുള്ള കാര്യമാണല്ലോ യേശുവിനെ സംഭവിച്ചത്. ഈ നാണക്കെട്ട മരണമാണ് യേശുവിന് കൊടുത്തത്. ഏറ്റവും നാണക്കെട്ട മരണമാണ് യേശുവിന് കൊടുത്തത്. ഒരു കുരിശില് 2 ആണി അടിച്ച് അതിൽ കിടക്കുക, അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുക എന്നുള്ള ഏറ്റവും നാണക്കെട്ട മരണമാണ് യേശു ക്രിസ്തുവിന് കൊടുത്തത്. പക്ഷേ ദൈവം തന്നെ അവന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചത് എന്താണ്? അവന് വേണ്ടിയിട്ട് അവിടുത്തെ മന്ത്രിമാരെ ഉപയോഗിച്ചു, അവിടുത്തെ ശ്രേഷ്ഠരെ ഉപയോഗിച്ചു. അവര് എന്ത് ചെയ്തു? ഒരുപക്ഷെ അരിമത്തിയിലെ ജോസഫിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ കല്ലറയായിരിക്കും ഇത്. ആ തോട്ടവും കല്ലറയും എല്ലാം കൂടെ അതിനകത്ത് ആരെയും അടക്കിയിട്ടില്ല. പുതുതായിട്ട് അടക്കാൻ പോവുക. യേശുവിനെ കൊണ്ടുവന്ന് അടക്കി. അപ്പോ നമ്മുടെ ഒരു കാര്യത്തിനും നമ്മൾ അതെങ്ങനെ നടക്കും, ഇതെങ്ങനെ നടക്കും
ഈ കാര്യം അന്വേഷിച്ച് നമ്മൾ വിഷമിക്കരുത്. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുക, കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നടത്തും. കർത്താവിന് നടത്താനായിട്ട് കഴിയും. ആ കാര്യം നമ്മൾ ഉറപ്പിക്കണം. അതാണ് ഞാൻ ഇതിനകത്തുനിന്ന് പഠിച്ചത്. കർത്താവിനെ ക്രൂശിച്ചത് വ്യാഴാഴ്ച ദിവസം 12 മണിക്കാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് യേശുക്രിസ്തു മരിക്കുന്നു. ആ കർത്താവിനെ ആ ക്രൂശില് ഇട്ടേക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇതാ വലിയ ഉദ്യോഗസ്ഥൻ തന്നെ വരുന്നു, അനുവാദം ചോദിച്ചു. അപ്പോ ഗവർണർക്ക് സംശയം, അവൻ മരിച്ചോ ഇത്ര പെട്ടെന്നോ? അങ്ങനെ മരിക്കത്തില്ല. ഈ ക്രൂശി കിടക്കുകയാണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് സമയമെടുത്ത് മരിക്കത്തുള്ളൂ. വളരെ സമയമെടുക്കും മരിക്കാൻ. പക്ഷേ യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോ യേശു അധിക നേരം പിന്നെ എടുത്തില്ല, മരിച്ചു. ജീവൻ വെടിയാൻ തയ്യാറായിരുന്നു യേശുക്രിസ്തു. ആർക്ക് വേണ്ടിയാ? യേശുക്രിസ്തു ജീവൻ വെടിയാൻ ആർക്ക് വേണ്ടിയാ? ഈ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാ. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷയാണ്, നമ്മള് ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് യേശു അനുഭവിച്ചത്. അപ്പൊ നമുക്ക് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്താണ്? നമ്മൾക്ക് പകരമാണ് യേശുക്രിസ്തു അവിടെ ക്രൂശിക്കിടന്ന് മരിച്ചത്. അപ്പൊ നമുക്ക് പകരം, എനിക്ക് പകരം വേറൊരാൾ മരിക്കുകയാണെങ്കിൽ ഞാൻ എത്രമാത്രം ആ ആളെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ, യേശുവിനെ വളരെയധികം നമ്മൾ സ്നേഹിക്കണം. അപ്പോ ഇവിടെ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മംഗളകാര്യത്തിൽ മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവര് അത് നോക്കി. അവനെ അടക്കുന്നത് എങ്ങനെയാണ് തലേന്ന് ആ വെള്ളിയാഴ്ച അവിടെ നിന്ന് അവർ നോക്കിയതാ, അവര് കണ്ടതാ. ആ കല്ല് ഉരുട്ടി അതിന്റെ മുകളില് ആ കല്ലറയുടെ മുകളിൽ വെക്കുന്ന നോക്കി അവര് കണ്ടേച്ചാണ് പോയത്. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. എന്താണ്, ഇത്രയും വലിയ കല്ല് എങ്ങനെ മാറ്റും? നമ്മളെ സുഗന്ധം പുരട്ടാനായിട്ടാ വരുന്നത്. കർത്താവിന്റെ ശരീരത്തില്, മരിച്ച ശരീരത്തിൽ നമ്മൾ അങ്ങനൊന്നും ചെയ്യാറില്ല. നമ്മൾ അടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ. പക്ഷെ അവിടെ അങ്ങനല്ല. അവരുടെ ഒരു രീതി, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ വരികയാണ്. അവര് വരുമ്പോ അവര് സംശയം പറയാണ്. കല്ലറയ്ക്കൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു, അത് മാറ്റിയിരിക്കുന്നു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. പ്രിയനായ മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ എന്ന് പറയുന്നതിന് പകരം അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഞങ്ങളവിടെ പോയി നോക്കി, കല്ലറയുടെ കല്ല് മാറ്റി വെച്ചിരിക്കുന്നു. അവിടെ കർത്താവിന്റെ ശരീരം കാണുന്നില്ല, ആരോ എടുത്തുകൊണ്ടുപോയി എന്നവര് പറയുകയാണ്. അറിയുന്നില്ല. അതുകൊണ്ട്
കൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. മറ്റേ ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനാണ്. അപ്പൊ യോഹന്നാനും പത്രോസും കൂടെ കല്ലറയ്ക്കൽ ചെന്നു. അവർ രണ്ടുപേരും കൂടെ ഓടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി കല്ലറയ്ക്കൽ എത്തി. അവിടെ ചെന്നു കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. തുണികൾ അവിടെ കുറെ തുണിയൊക്കെ കിടക്കുന്നു. അകത്ത് കടന്നില്ല താനും. അകത്തോട്ട് പോയി കയറി ഇല്ല. ഒറ്റയ്ക്ക് കയറാനൊരു പേടി. കല്ലറയല്ലേ. കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്നു, കല്ലറയിൽ കടന്നു. പത്രോസിന് കുറെ കൂടെ ധൈര്യം ഉണ്ടായിരുന്നു. പത്രോസ് കല്ലറയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ പിന്നെ യോഹന്നാനും ധൈര്യം ഉണ്ടായി കാണും. അവിടെ കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നത് കണ്ടു. അവിടെ ശരീരം പൊതിഞ്ഞിരുന്ന തുണികള് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ, അപ്പം ഒരു വസ്ത്രം വെച്ച് അവന്റെ തല കെട്ടിയിരുന്നു. ആ ചുറ്റിയിരുന്ന ആ റൂമാല് ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ റൂമാലും വെച്ചുകൊണ്ട് വെളിയിൽ പോകാനൊക്കെ ആ റൂമാൽ അഴിച്ചിട്ട് അവൻ അത് മടക്കി അവിടെ പ്രത്യേകം വെച്ചു. വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അവർ യോഹന്നാനും പത്രോസും അകത്ത് ചെന്നു. അത് കണ്ട് വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചേ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പൊ അവര് വിശ്വസിച്ചു. യേശു നേരത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ എന്താണ്? 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോ അതവര് കണക്കാക്കിയില്ല. പക്ഷെ ഇതിപ്പോ കണ്ടപ്പോ, ഒഴിഞ്ഞ കല്ലറ കണ്ടപ്പോ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പത്രോസും യോഹന്നാനും വിശ്വസിച്ചു. അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ അവിടുണ്ട്. മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അവൾക്ക് എങ്ങും പോകാനില്ല. ഈ കർത്താവിനെ വിട്ടിട്ട് അവൾക്ക് എങ്ങും പോകാനില്ല. അതുകൊണ്ട് അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. എന്റെ കർത്താവ് എന്ത് ചെയ്യേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കുമ്പോ യേശുവിന്റെ ശരീരം കിടന്ന ഇടത്ത്, ഇവിടെ ഒന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ നമ്മളൊക്കെ ഒന്നിച്ച് ഒരു ഓർക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിത് വായിക്കുന്നത് കേട്ടോ. അവൻ കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അപ്പോ എങ്ങനെ? അതെ, ഇതുപോലെ ഇതിലായിരിക്കും ഒരു പാറയിലായിരിക്കും കർത്താവിന്റെ ശരീരം വെച്ചത്. ആ ഗുഹയ്ക്കകത്ത് ഇതുപോലെ പാറ ഉണ്ടായിരിക്കും. ആ പാറയിലായിരിക്കും കർത്താവിന്റെ ശരീരം വെച്ചത്. അപ്പൊ ഇവിടെ കാല് ഇവിടെ നിങ്ങളുടെ കാല് വയ്ക്കുന്നേ, ഇവിടെ ആ കാൽക്കലും തലയ്ക്കലും 2 ദൂതന്മാരിരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. ആ ദൂതന്മാർ ചോദിച്ചു, നീ കരയുന്ന കാര്യം എന്താ? എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അതുകൊണ്ടാ അവള് കരഞ്ഞ്. കർത്താവ് അവിടെ ഇല്ല. കർത്താവിന്റെ ശരീരം അവിടെ വെച്ചിരിക്കുന്ന അവള് കണ്ടതാ. അവളും കൂട്ടരും കൂടെ വന്ന് കണ്ടതാ നേരത്തെ.
പക്ഷെ ഈ കർത്താവിനെ ഒരു സുഗന്ധ വസ്തുവും തൊടാൻ സാധിച്ചില്ല. ആ കർത്താവിന്റെ ശരീരത്തില് കുറച്ച് സുഗന്ധവർഗം വരട്ടണം എന്ന് വിചാരിച്ചാണ് അവള് വന്നത്. പക്ഷെ അവള് വന്നപ്പോഴെന്താണ്? കർത്താവിനെ കാണുന്നില്ല, കർത്താവിന്റെ ശരീരം കാണുന്നില്ല. പക്ഷേ ശരീരത്തിന് പകരം അവിടെ 2 ദൂതന്മാരുണ്ട്. ദൂതന്മാരോട് അപ്പൊ അവൾ കരഞ്ഞുപോയി. അതുകൊണ്ട് ദൂതന്മാര് ചോദിച്ചു, ഈ കരയുന്നതിനാ? അതുകൊണ്ട് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, പുറകോട്ട് തിരിഞ്ഞു പോകാനാ നോക്കുന്നേ. അപ്പൊ പിന്നോട്ട് തിരിഞ്ഞപ്പോ എന്താണ്? യേശു നിൽക്കുന്നത് കണ്ടു. ബാക്കിയല്ല ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും വന്നു. പക്ഷെ യേശുവിനെ അവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ പോകാൻ ഒക്കത്തില്ല മറിയയ്ക്ക്. ഈ യേശുവിനെ കാണണം, അതിനവള് വന്നത്. അതുകൊണ്ട് യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട് മറിയയേ എന്ന് പറഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായി ഇത് യേശു ആണെന്ന്. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു, ഗുരുവേ എന്ന് പറഞ്ഞു. അങ്ങനെ മറിയയ്ക്ക് മനസ്സിലായി. അതിനുശേഷം യേശു അവളോട്, എന്നെ തുടരുത്. അവള് കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ ചെന്ന് കാണും. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, എന്നെ തുടരല്ലേ, ഇപ്പൊ എന്നെ തുടരല്ലേ, കാരണം ഞാൻ സ്വർഗത്തിൽ കയറിപ്പോയില്ല, എന്നെ തുടരരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ എന്തോ പറയുന്നേ? എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും, യേശുവിന്റെ പിതാവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. അപ്പൊ യേശുവിന്റെ പിതാവും നമ്മളുടെ പിതാവും ഒന്നാ, അല്ലേ? എന്നിട്ട് എന്താ അർത്ഥം? പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്നവരോട് പറക. കുഞ്ഞിന് മനസ്സിലായോ? എന്ന് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. സുശേഷം 19 അവസാനം 20 ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. നമുക്കെങ്ങനെ വിചാരിക്കാം, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ കുത്തുകയും നമ്മള് അത് പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, നമ്മളെ ആളുകൾ ഇറിറ്റേറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും പോകണ്ട, നമ്മളോട് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാള് നമ്മളോട് നമ്മുടെ കുഞ്ഞാണെങ്കിൽ പോലും ഒരു അൺയൂഷ്വലായിട്ടൊരു കാര്യം ചോദിക്കുമ്പം തന്നെ നമ്മൾ പലപ്പോഴും ഇറിറ്റേറ്റഡ് ആകും. അവിടെ നമ്മൾ അതിനോട് ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പലപ്പോഴും ഒരു ന്യായമായ ചോദ്യത്തിന് മറുപടിയായിട്ട് പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് അവിടെ ഉത്തരം പറഞ്ഞാൽ സമാധാനം കൊണ്ടുവരാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയും. നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ളവരോടും നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മള് സിമ്പിളായിട്ട് ഒരു ഉത്തരത്തിൽ അവസാനിക്കേണ്ടുന്നത് വലിയ നമ്മുടെ ബി പി ഉയർന്ന നിലയിലേക്ക് പോകുന്നതിന്റെ പിന്നിലുള്ള കാര്യം പലപ്പോഴും ആ ചോദ്യത്തിന് ഏറ്റവും സിമ്പിളായിട്ടൊരു ഉത്തരം പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. പലപ്പോഴും നമ്മൾ അങ്ങ് ഇറിറ്റേറ്റഡ് ആവുക. പലപ്പോഴും ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്, ഇത് വീണ്ടും വീണ്ടും എന്തിനാണ് ചോദിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സിമ്പിൾ മൃദുവായ ഒരു ഉത്തരം
പറഞ്ഞ് അവിടെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ആ ഒരു സിമ്പിൾ ഹ്യൂമിലിറ്റിയിൽ ഏറ്റവും വീട്ടിൽ നടക്കുന്ന ഏറ്റവും ഒരു ചെറിയ കോൺവെർസേഷനിൽ ഏറ്റവും ചെറിയ ഒരു കാര്യത്തിൽ പോലും നമുക്ക് ആ ഒരു താഴ്മയിൽ അതിന് യു ഹാവ് ടു കം ഡൗൺ. ആ ഒരു നമുക്ക് പലപ്പോഴും അങ്ങനെ നമ്മൾ ചെറുതായെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഏറ്റവും അതിന് ശരിയായിട്ടുള്ള എന്റെ കാര്യം പറയാണ്. പലപ്പോഴും അതിനൊരു മറുപടി, അതിന് യോജിച്ചൊരു മറുപടി പറയുന്നതിന് പകരം യേശുവിന്റെ ആത്മാവിൽ ശരിയായിട്ട് ആ ചോദ്യത്തിന് ഏറ്റവും ശരിയായിട്ടൊരു ഉത്തരം പറയുന്നത് തന്നെയാണ് അവിടെ ഉചിത. അതിന് പിന്നെ ഫർദർ പിന്നെ അവിടെ ഒരു ടെൻഷൻ എന്നാൽ പലപ്പോഴും ഈ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരം പറയാൻ നമ്മൾക്ക് താഴോട്ട് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ആ നിലയിലൊരു ജീവിതം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതുകൊണ്ട് ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ നമ്മള് അരിമത്യ ജോസഫിനെ പറ്റി പറഞ്ഞു ദൈവരാജ്യം വാഞ്ചിച്ചുകൊണ്ടിരുന്ന ഒരാൾ. ഞാൻ ഇന്ന് രാവിലെയും ചിന്തിക്കായിരുന്നു, പലപ്പോഴും നമ്മള് എത്ര പാട്ടുകളാണ് പാടി തള്ളിവിടുന്നത്. പലപ്പോഴും കർത്താവേ ഞാൻ അവിടുത്തെ രാജ്യം വരണമേ, അല്ല അങ്ങനെയൊക്കെ അവിടുത്തെ രാജ്യത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു, ഇവിടെ എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് അനേകം പാട്ടുകൾ ഇങ്ങനെ പാടി വിടുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവേ എനിക്ക് ഇത് ഞാനിവിടെ അന്യനും പരദേശിയാണെന്നുള്ള വാസ്തവത്തിലുള്ള ചിന്തയുണ്ടോ, അതോ ഞാൻ ഇവിടുത്തേതാണ്. ഞാൻ സ്മിതയെ പലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് കളിയാക്കി പറഞ്ഞ കാര്യം, സ്മിതയ്ക്ക് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായാലും സ്മിതയ്ക്ക് വിഷയമില്ല. കാര്യം 40 ദിവസം കഴിയുമ്പോൾ ഫ്ലൈറ്റ് ഉണ്ടെന്നുള്ളൊരു വിസ ഉള്ള കാലത്തോളം ഈ ഇവിടെ എന്നാ ബുദ്ധി പറഞ്ഞാലും 45 ദിവസം ഫ്ലൈറ്റ് പൊങ്ങുമ്പോ പോകാം എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു നമ്മൾ ഇവിടുത്തെയുള്ളവരല്ല ആ ഒരു ബോധ്യം നമ്മൾ മീറ്റിങ്ങിനിടയ്ക്ക് മാത്രമല്ല ത്രൂ ഔട്ടായിട്ട് കർത്താവേ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ കാര്യം ശ്രദ്ധിച്ചപ്പോൾ തന്നെ മറിയ അവിടെ കല്ലറയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ചിലപ്പോൾ 2 ദൂതന്മാരെ കാണുന്നു. നമ്മള് സ്വാഭാവികമായിട്ട് ഒരു സൈഡ് ചിന്തിച്ചാല് പലപ്പോഴും നമ്മള് ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ അന്നും എല്ലാം 2 ദൂതന്മാരെ ഞാൻ കണ്ടു എന്നുള്ള സന്തോഷത്തില് എനിക്ക് വലിയ ആരും കണ്ടിട്ടില്ലാത്ത വലിയ 2 കാര്യങ്ങൾ കണ്ടു. 2 ദൂതന്മാർ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒരു സ്ത്രീ ആരെങ്കിലും ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഷി വാസ് നോട്ട് റെഡി ടു ഗോ ബാക്ക്. അവൾക്ക് പോകാൻ പറ്റും. നമ്മൾ ജേക്കബർ പറഞ്ഞ പോലെ അവള് 2 ദൂതന്മാരെ കാണാൻ വേണ്ടി ഒന്നും അല്ല വന്നത്. ഷി വാസ് നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. അവൾക്ക് അതല്ലായിരുന്നു മറിയയുടെ ഉള്ളില് യേശുവിനെ എങ്ങനെയെങ്കിലും ജേക്കബർ പറഞ്ഞ പോലെ പറ്റത്തില്ലെങ്കിൽ എങ്ങനെയും എടുത്തോണ്ട് പോകാൻ റെഡിയായിട്ട് വന്ന കാര്യം. അതിന്റെ പിന്നിലുള്ള കഥയിലോട്ട് നമ്മൾ പോകുമ്പോൾ വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന ആർക്കും വേണ്ടാതിരുന്ന ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്ന ഒരാളിനെ സ്നേഹിച്ച യേശുവിന്റെ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ കർത്താവേ നീ മാത്രം മതി എന്ന്, നീ അല്ലാതെ നീ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ അവൾ ആ 3 ദിവസം തള്ളി ഇത് നീക്കിയത് മറിയെ സംബന്ധിച്ച് വളരെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചും. കർത്താവേ ഞാൻ ഇപ്പം കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്ന ചില കാര്യങ്ങളുടെ പിന്നെ കർത്താവ് 2 ദൂതന്മാരെ കണ്ടു, എല്ലാം ശരിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ കർത്താവേ ഞാൻ പലപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളത് ഞാൻ മറിയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. ബിക്കോസ് അവൾക്ക് ആരുമില്ല. അവൾക്ക് മനസ്സിലായി അവളെ ഈ നിലയിൽ സ്നേഹിച്ച് നമ്മൾ കേട്ട പോലെ യേശു ആരിലും ഉന്നതനാമൻ ആത്മസഹാവാണ്. എല്ലാം എന്ത് കാര്യങ്ങളും പോയി പറയാൻ പറ്റുന്ന, എല്ലാ പാളിച്ചകളും ഏറ്റെടുക്കുന്ന, പലപ്പോഴും തെറ്റ് ചെയ്തിട്ടും പിന്മാറിപ്പോയിട്ടും നമ്മളെയും സ്നേഹിച്ചു വരുന്ന യേശുവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോ കർത്താവേ അങ്ങനെയാണ്. ആ ഒരു സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ കർത്താവേ ചിലപ്പോ നമ്മൾ ചില ആളുകളെ ഞാൻ ഒരു കറ്റാനം ജംഗ്ഷനിൽ
എന്നെ ദൈവം അതിനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഞാൻ പറയാം. ഞാൻ ഏതാണ് ജംഗ്ഷനിൽ അല്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ചില ഒരു മദ്യപാനിയായിട്ടുള്ള മനുഷ്യനുണ്ട്. ഞാൻ വല്ലപ്പോഴും ജസ്റ്റ് അയാളെ കാണുന്ന സമയത്ത് ചില ആവശ്യങ്ങളിലുമായിട്ട് അയാളെ സഹായിക്കാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രാവശ്യം സത്യവത ഗിരിയാൻസിന്റെ ബൈബിളും ട്രാക്റ്റുകളും ഒക്കെ ഞാൻ അയാൾക്ക് കൊടുക്കുകയും അയാളോട് പലപ്പോഴും ആദ്യം ഒന്നും അയാൾ സംസാരിക്കാണ്ട് എനിക്ക് പലപ്പോഴും പറ്റിയിരുന്നില്ല. ഇന്നലെ രാവിലെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് കെട്ടാണത്ത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരാനായിട്ട് നിന്നു. അപ്പം അതിനുശേഷം ഞാൻ വണ്ടി മുന്നോട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ മനുഷ്യൻ പുറകെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ബാങ്കിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അതിനവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പം പോണോ വേണ്ടയോ എന്നുള്ള ആവശ്യത്തിന്റെ മുന്നിൽ അപ്പം തിരിച്ചു പോകാം അല്ലെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇയാളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയേക്കാം എന്ന് വിചാരിക്കാൻ. ഇയാളെ കണ്ട എന്തെങ്കിലും എനിക്ക് സാറിന് അയാള് സ്വാഭാവികമായിട്ടും ചേട്ടാ എനിക്ക് മോനെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും ഉച്ചക്കത്തേക്കൊന്നും കഴിച്ചില്ല എന്ന് പറയും. പക്ഷെ എനിക്കറിയാം ഒരുപക്ഷെ 50 രൂപ കിട്ടിയാൽ ഒരുപക്ഷെ അയാള് മദ്യഷാപ്പിലായിരിക്കും പോകുന്നത്. അപ്പൊ അയാളെ വിട്ടുപോകാനാണ് എന്റെ മനസ്സിൽ ഒരു ഇതുണ്ടായത്. പക്ഷെ കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, ഹൗ മെനി ടൈംസ്, നീ എത്ര പ്രാവശ്യം ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് നീ പോയിട്ടുണ്ട്, നീ എന്നെ വിട്ടു പോയിട്ടുണ്ട്. വൈ കോണ്ട് യു സ്റ്റോപ്പ് ദേർ? നിനക്ക് എന്തുകൊണ്ട് ഇപ്പം അവിടെ നിന്ന് അവനോട് സംസാരിച്ചുകൂടാന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നി. സോ ഐ സ്റ്റോപ്പ് ദേർ. ഞാൻ അപ്പം ആ മനുഷ്യനോട് ഞാൻ പിന്നെ ദൈവത്തിനെ പറ്റി യേശുവിനെ പറ്റി അയാളോട് സംസാരിക്കാനായിട്ട് കുറച്ചു നേരം സംസാരിക്കാനായിട്ട് എനിക്ക് ദൈവം ചാൻസ് തന്നു. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നമ്മളോടുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് മറ്റൊരാളിനെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ വിചാരിക്കുന്നു അറിയാതെ ആ നിലയിൽ ഏറ്റവും അധികമായിട്ട് യേശുവിനെ അറിഞ്ഞ ഒരാളാണ് എന്നറിയാം. അതുപോലെ നമുക്ക് കൂടുതൽ ഇതിന്റെ എല്ലാത്തിന്റെ സാരാംശം എന്ന് പറയുന്നത് തന്നെ യേശുവിനെ അറിയുക എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് യേശുവിനെ കൂടുതൽ അറിയാനായിട്ട്, യേശുവിനെ സ്നേഹിക്കാനായിട്ട് ജോൺ 19 ലാസ്റ്റ് നോക്കുമ്പോ എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്റെ മനസ്സിൽ പിന്നെയും വന്ന ആ ഒരു നിങ്ങളാണെങ്കിൽ സാംസ് 25 നമ്മളിത്ര ആഴത്തിൽ പഠിക്കുന്ന എന്തിനാണ് അത് ഞാനും ഇങ്ങനെ നമുക്കിപ്പോഴും ആ ഒരു ഇതെല്ലാം ഇങ്ങനെ ആഴത്തിൽ ചില നമുക്ക് തോന്നുന്നില്ല, ആഴത്തിൽ ഇറങ്ങിയിട്ടൊക്കെ എന്തോ വിശ്വസിച്ച പോലെ. ഞാനങ്ങനെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മീറ്റിംഗ് നടത്തിയപ്പോ ഒരു ബ്രദർ ഒന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ചിന്തിച്ച് വിശ്വസിച്ച പോലെ. പിന്നെ ഈ ഒരു ലേഖനം നോളജ് ഇസ് റിവീൽഡ് ടു കിങ്സ്. ഇപ്പം നമ്മൾ അങ്ങനെ ആഴത്തിലോട്ട് അങ്ങനെ സെർച്ച് നമ്മളത് ഇങ്ങനെ നോട്ടീസ് എഫേർട്ട് എടുത്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം പിന്നെ നമ്മള് ഇങ്ങനെ ഈ ദിസ് കമ്മിങ് ജനറേഷനോട് അവര് അപ്പം ഒത്തിരി നോൺ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയായിരിക്കും. അപ്പം നമുക്ക് സ്വയമേ നമ്മുടെ ആ ഒരു ഫെയ്ത്തിൽ ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ആണ്. ഐ മീൻ ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് തിങ് ടു ഡു. ഐ മീൻ നമുക്ക് തന്നെ നമ്മുടെ ഫെയ്ത്തിൽ ഒരു ഉറപ്പ് വരുത്താനും നമ്മൾ അതിലെ അങ്ങനെ വേറൊരു വ്യക്തി ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അതിലിങ്ങനെ അൺസ്റ്റേബിൾ ആയി പോവാതിരിക്കാനൊക്കെ ഇങ്ങനെയുള്ളൊക്കെ മീറ്റിംഗ്സ് ഒക്കെ നല്ലതാണ്. സ്പർദ്ധന്റെ ഞാൻ പറഞ്ഞല്ലോ, സ്പർദ്ധന്റെ പ്രവായെ ആദാമിന്റെ ഭാര്യയിൽ നിന്ന് ആദാം ഉറങ്ങിക്കിടന്നൊക്കെ എടുത്ത പോലെ യേശു പറയും മരണമെന്ന ഉറക്കത്തിലൂടെ യേശുവിനെ കട്ടിവിട്ട് സഭയുണ്ടായി. അത് കേട്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം
അധ്യായത്തിലെ 28 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. നിങ്ങളെ തന്നെ, അത് മൂപ്പന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ നയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആഗ്രഹിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ പൗലോസും പറയുന്നത് കർത്താവിന്റെ സ്വന്തം രക്തത്താലാണ് സഭയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് വില കുറഞ്ഞ ഒരു കാര്യമല്ല, അതിനെ വിലമതിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സഭയിൽ കർത്താവിനെ ആക്കി വെച്ചെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ടാണ്. അവന്റെ രക്തത്താൽ എന്നെയും വീണ്ടെടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിലായി തീർന്നു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർത്തത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വരുമ്പോഴും അരിമത്യ ജോസഫിനെ കുറിച്ച് ലൂക്കോസ് പറയുന്നുണ്ട്. നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായിരുന്ന ഒരു മന്ത്രി. മർക്കോസിന്റെ സുവിശേഷത്തില് എനിക്ക് ശ്രേഷ്ഠ മന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായിരുന്നു. അപ്പം യേശുവിന്റെ ശവശരീരം വാങ്ങിച്ച് എടുത്ത് അടക്കാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അത് ഇത് വായിച്ചപ്പോൾ ഞാൻ ഇയ്യോബിന്റെ കാര്യം ഓർത്തത്. അവൻ നല്ലവനും നീതിമാനും ദോഷം വിട്ടകലുന്നവനും ദൈവ ഭയമുള്ളവനുമായിരുന്നു എന്ന് ഇയ്യോബിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയാനില്ല. കർത്താവ് പിതാവാം ദൈവം യേശുവിന്റെ ശരീരം എടുത്ത് അടക്കാൻ നിയോഗിച്ചവരും പറഞ്ഞുകൊണ്ടിരുന്നൊന്നുമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നതിന് ശേഷം ഒന്നുമില്ലാത്തവരെയാണ് കർത്താവ് ചില കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ ഈ വലിയ പരിജ്ഞാനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ ഇവിടെ കർത്താവിന്റെ ഈ മറിയയുടെ കാര്യം പറഞ്ഞപ്പോ 20-ാം അധ്യായത്തില് മക്കളെക്കാട്ടി മറിയ അവിടെ ഇരുത്തുള്ളപ്പോൾ കലർക്കൽ പോയി. പണ്ട് എനിക്ക് മാത്രമായി ആയിരിക്കുമ്പോഴും അച്ഛൻ മരിച്ച പറയേണ്ടത്. അതായത് അച്ഛന്റെ ഭാര്യ അവര് പ്രസംഗിച്ചു ഒരു സേവ്യാസംഘത്തിന്റെ ദിവസത്തില് അവര് ഈ വാക്യം എടുത്ത ആഴ്ച പിന്നെ ഇരുട്ടുള്ളപ്പോൾ കലർക്കൽ പോയ മറിയുടെ സ്നേഹം. അവരന്ന് അത് പറഞ്ഞപ്പോഴും എന്റെ ഹൃദയത്തിൽ ഈ മറിയുടെ സ്നേഹത്തെ കുറിച്ച് കർത്താവേ, അന്ന് എനിക്കൊന്നും അറിയത്തില്ല, എന്നാൽ പോലും ഇപ്പൊ എല്ലാം അറിയാമെന്നല്ല, ഇത് കുറച്ചുകൂടി കർത്താവിനെ അറിയാം. അതുകൊണ്ട് ഈ ഇരുട്ടുള്ളപ്പോൾ കല്ലുകൾക്ക് ചെന്ന മറിയെ കുറിച്ചാണ് അവർ പറഞ്ഞത്. ഞാൻ അന്നൊക്കെ ഇടയ്ക്കൊരു ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ പറയപ്പെടുന്നത് ഞാൻ അവര് ഓർക്കും. ഇവിടെ മറിയ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തില് കുറെ പേരുടെ കാര്യം വരുന്നുണ്ട്. അവരെ ചോദിച്ചാൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പോയി യേശുവിനെ വെച്ചിടമൊക്കെ നോക്കി കണ്ടു എന്നൊക്കെ ആ 24 പറയുന്നുണ്ട്. 23 55 വാക്യത്തിൽ പറയുന്നുണ്ട്. ഗലീലയിൽ നിന്ന് അവനോട് കൂടി പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയിൽ അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമളവയിലും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയുന്നത് അവരൊരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കലർക്കലെത്തി. അവിടെ പറയുന്നുണ്ട് പക്ഷെ അവിടെ അവരെല്ലാരും ഈ പുരുഷന്മാരെ കണ്ടതായിട്ടൊക്കെയാ പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന മഗ്ദലക്കാരത്തി മറിയോട് ഇത് പറയുമ്പോ അവള് കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവർക്കറിയാം മരണത്തിൽ നിന്ന് അവളെ വിടുവിച്ചവനാണ്. മരണം എന്ന് പറഞ്ഞാൽ ശാരീരിക മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ചത്. യേശു ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന്മാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് തന്നെ കൊന്നേനെ. അവിടെ നിന്ന് തന്നെ രക്ഷിച്ച കർത്താവാണ് എന്നുള്ള ഒറ്റ സ്നേഹമാണ് മഗ്ദലക്കാരത്തി മറിയെ കർത്താവിനെ വിടാതെ ഇങ്ങനെ പിന്തുടരുന്നത്. നമ്മളിവിടെ വായിച്ച സ്നേഹം മുഴുവനാണ്. പക്ഷെ കർത്താവ് നിത്യമരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച കർത്താവിനോട് ഈ മറിയക്കുണ്ടായിരുന്നു സ്നേഹം. കർത്താവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നിനെ കണ്ടിട്ട് അല്ലെ മറ്റെന്തിൻ്റെയെങ്കിലും കണ്ടിട്ട് ഞാൻ തൃപ്തിപ്പെട്ട് മടങ്ങി പോകത്തില്ല. ഒരിക്കലും ദൂതന്മാരെ കണ്ടാലും പോകത്തില്ല, വേറെ എന്ത് കണ്ടാലും പോകത്തില്ല, കർത്താവിനെ തന്നെയാണ്. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഇരുട്ടുള്ളപ്പോഴൊക്കെ കല്ലറി കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചല്ല, ഇത് കല്ലറിയിൽ കർത്താവില്ല. കർത്താവ് ഉയർത്തന്നെ സ്വർഗത്തിൽ പിതാവിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഈ കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്
കർത്താവിനെ തന്നെ കണ്ടു, വേറെ ഒന്നും കാണാനിടയില്ല, വേറെ ആരെയും കാണാനല്ല, കർത്താവിനെ തന്നെ കണ്ടാലേ അവിടെ ആശ്വാസം ലഭിക്കത്തുള്ളൂ. അപ്പൊ മറ്റവരെല്ലാം അവിടെ മർക്കോസിന്റെ സുവിശേഷത്തിലും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞപ്പോ അവർ പരിഭ്രാന്തരായി ബാക്കി എല്ലാവരും കൂടെ അങ്ങ് പോയി. പക്ഷെ മറിയ അവൾ പോയെങ്കിലും അവിടുന്ന് വിടാതെ അവള് മാറി നിന്നു. മറിയക്ക് വേറെ പോകാൻ സ്ഥലമില്ല. പണ്ട് ശാലസ്കർ പറഞ്ഞാൽ 10 വർഷമൊക്കെ വള്ളവും മലയുണ്ടായിരുന്നു. പക്ഷെ മക്കളെ കാര്യത്തിൽ മറിയക്ക് അവളുടെ തൊഴിലിലേക്ക് തിരിച്ചു പോകാനൊക്കത്തില്ല, അവൾക്ക് പോകാൻ വേറെ ഇടവുമില്ല. അതുകൊണ്ട് അവൾ അവിടെ കല്ലറയ്ക്കൽ നിന്ന് കർത്താവിനെ തന്നെ കാണണം. അതുപോലെ കർത്താവെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും ടോട്ടൽ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിനെ കാണുന്നത് വരെ അവിടെ കാത്തിരിപ്പാനും, കർത്താവിനെ കണ്ട് കർത്താവെ അങ്ങയിൽ നിന്ന് ശബ്ദം കേട്ട് വിളി കേട്ട് പേര് ചൊല്ലി വിളിക്കുന്നവരല്ലേ കർത്താവ് വരുന്നുള്ളവരെ അറിയുന്നു, അവനവരെ പേര് ചൊല്ലി അറിയുന്നു. അപ്പൊ ആ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് എന്നോട് പറയാനുള്ളത് കേട്ട് കർത്താവിന്റെ അടുത്ത് നിന്ന് സന്തോഷത്തോടെ, കർത്താവിന്റെ അടുത്തുനിന്ന് പോകാനില്ല, കർത്താവിന്റെ അടുത്ത് തന്നെ ആയിരിക്കാനും എപ്പോഴും അവരുടെ ബിസിനസ്സിലായിരിക്കാനും ആ ഒരു സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കാനും ആയിട്ട് ഞാൻ എന്നെ കർത്താവിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. ഒരിക്കലും കർത്താവ് ഇതിനേക്കാൾ വലുതായിട്ടൊന്നും കാണാൻ എനിക്കിടയാകട്ടെ. എന്നെ സമ്പൂർണ്ണമായി കർത്താവിന്റെ സാധിക്കും. മറിയ കർത്താവിനെ വളരെ അധികമായി സ്നേഹിച്ചിരുന്നു. അവള് എന്തിലും അധികമായിട്ട് കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിന്റെ സ്നേഹത്തെ അവൾ അറിഞ്ഞിരുന്നു. അവൾ പാപിയായിരുന്നപ്പോൾ അവളുടെ പാപത്തിൽ നിന്ന് കർത്താവ് അവളെ വിടുവിച്ചു. ആ സ്നേഹത്തെ അവൾ അറിഞ്ഞു. കർത്താവ് എന്റെ സകല പാപങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ച് കർത്താവ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു. എന്നെ ഞാൻ എൻകറേജ് ചെയ്ത ഒരു വേർഡ്സ് റോമൻസ് 5 ചാപ്റ്റർ റോമൻസ് 5 വേഴ്സ് 6, 8 and 9. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കർത്താവ് ഞാൻ പാപിയായിരുന്ന എന്നെ അവിടുത്തെ രക്തത്താലെ വീണ്ടെടുത്ത് അവിടുന്ന് കർത്താവിന്റെ ആ സ്നേഹത്തെ കാണുവാനായിട്ട്, കർത്താവിനോട് ഒത്ത് ജീവിക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അതിനായിട്ട് കർത്താവ് എന്നെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദി. ശരിക്കും കർത്താവിന് മരിച്ച ഉടനെ അങ്ങ് ഒരു സ്വർഗത്തിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ എന്നാ സന്ധ്യയോടും പറഞ്ഞു, പക്ഷെ അങ്ങനല്ല. ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം പല പല കാര്യങ്ങള് ഇന്ന് ആ ഒരു മെസ്സേജ് കേട്ടുള്ള പകുതി കൂടുതലും ആ ഒരു പോർഷൻ ആയിരുന്നല്ലോ കൂടുതലും കർത്താവ് മരിച്ചതിന് ശേഷം എന്തൊക്കെയാ നടന്നതെന്നുള്ളത്. അപ്പം ശരിക്കും അവിടെയും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ഒരു ഇരുട്ടിന്റെ വഴി കൂടെ ഒക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കും ഇത്രയും ഇതിനകത്തൂടെ ഒക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ. നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെയും എസ്പെഷ്യലി നമ്മള് ഈ ഒരു വിക്ടോറിയസ് ലൈഫിനെ കുറിച്ചും നല്ലതായിട്ട് കർത്താവിനായിട്ട് സാക്ഷികളായിരിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇരുട്ടിന്റെ സാഹചര്യം അവരുടെ ജീവിതത്തില് ദൈവം അനുവദിക്കുന്നത്. അപ്പം പല സംശയങ്ങളും എനിക്ക് ആ ഒരു സ്റ്റേജിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എന്തുകൊണ്ടാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുന്നത്. എസ്പെഷ്യലി എന്റെ ജോലി സ്ഥലത്ത് കൂടെ ഉള്ള ഒരു മാം, പുള്ളിക്കാരി ആദ്യം 1 മാസം ലീവ് എടുത്തു. അതായിട്ട് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഞാനെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും, എല്ലാ ദിവസവും ഡ്യൂട്ടി എടുക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എസ്പെഷ്യലി ആ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ആവേശമൊക്കെ ആയിട്ട്. പക്ഷെ 1 മാസം തീരാറായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ചുമയും സൗണ്ടൊക്കെ പോകുന്ന ഒരു അപ്പം പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോ മാഡം വീണ്ടും ലീവാണ്. അപ്പൊ ഞാൻ ശരിക്കും കർത്താവ് നമ്മളെ ഒരു മരണത്തിലൂടെ തന്നെ കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.
എന്റെ ആ ഒരു സ്വയബലം അവിടെ തകരാനായിട്ട് ദൈവം സഹായിച്ചു. എനിക്ക് എന്നിൽ തന്നെ മീൻസ് ഇനിയും ഞാൻ എന്തൊക്കെയോ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തിന്റെ ഒരു പവറിലും ഇതിലും അങ്ങനെ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് എന്റെ സ്വയത്തിൽ എന്തൊക്കെയോ ചെയ്യുന്ന ആ ഒരു അതിലേക്ക് ഞാൻ പോവായിരുന്നു. പക്ഷെ അവിടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മളെ കൊറിട്ടൻ ഭൂമിന്റെ ഒരു കോട്ട് ഞാൻ ഇറക്കിയാൽ, നോ ഇറ്റ് ഈസ് സോ ഡീപ് ദാറ്റ് ഹീസ് നോട്ട് deeper still. With Jesus, even in our darkest moments, the best remains, and the very best is yet to be. അപ്പൊ ആ ഒരു ഡാർക്കസ്റ്റ് ഏറ്റവും ഹിറ്റ് എന്നുള്ള കർത്താവിന്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഇനിയും എനിക്കൊന്ന് ഫാരിസീസ് ഒക്കെ സന്തോഷിച്ച് കാണും ഏറ്റവും ഇനിയിപ്പോ ഏതായാലും തിരിച്ചു വരാൻ പോകുന്നില്ല അങ്ങനത്തെ. പക്ഷേ പിതാവ് ദൈവം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ അവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് ഒരു അതായത് നമ്മുടെ സദ്യയുടെ മുമ്പ് പറഞ്ഞു ഈ ലോകത്തിലെ ആൾക്കാര് ഇവിടത്തെ ലാഭത്തിനെ കുറിച്ച് പറയുക, മരിച്ചു കഴിയുമ്പോ ക്രിസ്തുവിനോട് പോവാ അങ്ങനെ. പക്ഷെ അതല്ല, ജീവിക്കുന്നത് ക്രിസ്തു, ഒരു കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥ. ഇവിടത്തെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ആ ഒരു കാര്യത്തിലല്ല, മറിച്ച് കർത്താവിന്റെ കൂടെ ഒരു സുഖത്തിന്റെ ഒരു അനുഭവം, ഇന്ന് കേട്ടതുപോലെ ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം, അത് എന്റെ ജീവിതത്തിലും വരാനായിട്ടാണ് ദൈവം പല സാഹചര്യത്തിലൂടെ പല നമുക്ക് എപ്പോഴും വിചാരിക്കും പുറമെ പല ചർച്ചസും എല്ലാം സെയിം മെസ്സേജ് ആണല്ലോ പറയുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് മെയിൻ ആയിട്ട് നമ്മുടെ ചർച്ചസിൽ ആ ഒരു ഡെത്തിന്റെ എംഫസിസ് സാക്രിയർ എപ്പോഴും കൊടുക്കുന്നത് ഉണ്ട്. അത് വേറെ ഒരു ചർച്ചസിലും കണ്ടിട്ടില്ല. അവര് ഡെത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം സ്വർഗം അങ്ങനെ. പക്ഷെ ശരിക്കും ഡെത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവര് ഓരോ ദിവസവും മരണത്തിലൂടെ പോകണം എന്നുള്ളത് കാര്യം വേറൊരു ചർച്ച ഇത്ര എംഫസൈസ് ചെയ്യുന്നില്ല. ആ ഒരു അവിടെ ദൈവം അല്ലാതെ വേറെ ആർക്കും നമുക്ക് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ അത് കാണുമായിരുന്നു എന്റെ ലൈഫിൽ. പല പേഷ്യൻസും എന്നോട് ഒന്ന് നോക്കിയോ ഡോക്ടറിനും ചുമയാലേ, ഡോക്ടറിനും വയ്യാലേ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അത് കേൾക്കുമ്പോ അയ്യോ നമ്മളിവിടെ ഇങ്ങനെ ലീവില്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും. പക്ഷെ അവിടെ മിണ്ടാതിരിക്കാനും ചിരിച്ചുകൊണ്ട് മറുപടി പറയാനും അതുപോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ദിവസം ഞാനും വല്ലാതെ ഇങ്ങനെ പഠിക്കാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അതുകൊണ്ടും കൂടെ ആയിരിക്കും കൂടുതൽ ഒച്ച പോയത്. പക്ഷെ അവിടെയെല്ലാം പിന്നെ ദൈവം എന്നോട് സംസാരിച്ചു, ഈ ഒരു മരണത്തിലൂടെ പോയേ മതിയാകത്തുള്ളൂ. ദൈവത്തിന്റെ ശക്തിയിലല്ലാതെ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനായിട്ട് ഇല്ല. അവിടെ മരിക്കുമ്പം പല കാര്യങ്ങളും ഞാൻ അവളോട് ഹോംവർക്ക് പലപ്പോഴും ഞാൻ ഹോംവർക്ക് ചെയ്ത് പുറകെ നടക്കും. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ സ്വന്തമായിട്ട് എടുത്ത് ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്ക് ഒച്ചയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ദൈവം ഉണ്ടാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ആ ഒരു മരണത്തിനുള്ളിലൂടെ അല്ലാതെ ദൈവത്തിന്റെ ശക്തി ഒരിക്കലും വെളിപ്പെടത്തില്ല. അതുപോലെ തന്നെ ജോലി സ്ഥലത്തും ഒത്തിരി ദൈവം എനിക്ക് ഓരോ പേഷ്യൻസിനോടും അവരോട് സ്നേഹത്തോടെ സംസാരിക്കാനും എന്റെ സ്വയത്തിലുള്ള ശക്തിയിലെ കാര്യങ്ങൾ ചെയ്യാതെ അവിടെ മരണത്തിലൂടെ ദൈവത്തിന് മഹത്വപ്പെടുത്താനായിട്ട് ഇങ്ങനെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിൽ ദൈവം നമുക്ക് ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ മഹാകരുണയ്ക്കും സ്നേഹത്തിനുമായിട്ട് സ്തോത്രം. താല്പര്യം ദൈവം നമ്മളെ തേടി അന്വേഷിച്ച് വരുന്നു. ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായിട്ട് ഈ സന്ധ്യാസമയത്ത് നന്ദി പറയുന്നു. കർത്താവ് ദൈവം ഞങ്ങളെ പല സാഹചര്യത്തിൽ കൂടെ നടത്തിക്കൊണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളെ ചിന്തിക്കാൻ ദൈവം
ദൈവം നമ്മൾ നന്മയെ കരുതിയാണ് പല പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അനുവദനീയമെന്ന് തോന്നുന്നത്, മറ്റുള്ളവരെ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അനുവദിക്കണമെന്ന് ഇല്ല. അത് ദൈവം നമ്മളോടുള്ള സ്നേഹം നിമിത്തമാണ്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ ആ നിലയിലല്ല പോകേണ്ടതെന്ന് ദൈവം മുന്നമേ അറിയുന്നതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ്, ചില മറ്റുള്ളവർക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നില്ല. എന്നാൽ അതിനെ ദൈവത്തിന്റെ കൃപയാൽ മറികടന്ന് പോകാൻ, അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കുന്ന വിധങ്ങൾക്കും വഴികൾക്കുമായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ദൈവമേ അത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വേറെ ആർക്കും ഇല്ലാത്ത ചില കാര്യങ്ങളിലൂടെ ഇങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി ഓർക്കുമ്പം എന്നാൽ ദൈവം ഇതിന്റെ ഇടയോടെല്ലാം ദൈവത്തിന്റെ ആ ഒരു നിരാശപ്പെട്ടു പോകാതെ ദൈവം ധൈര്യവും ആശ്വാസവും പകരുന്നു. ദൈവത്തിന്റെ സഭയിലൂടെ ഈ ഒരു പല എൻകറേജ്മെന്റുകളും പല കാര്യങ്ങളെ പറ്റി നിരാശപ്പെട്ടു പോകേണ്ട അനേക സാഹചര്യങ്ങളിൽ അങ്ങനെ ആയിത്തീരാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു കാര്യം ഓർക്കുമായിരുന്നു. ക്യാൻസർ പോലെയൊക്കെയുള്ള നമ്മൾക്ക് ഒരുപക്ഷെ കേട്ടാൽ തന്നെ പനി പിടിച്ചു പോകുന്ന, എഴുന്നേക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് ഒരു സഹോദരൻ 4th സ്റ്റേജിൽ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലെങ്കിലും അതിന്റെ സാക്ഷ്യം അങ്ങനെ ഒരാളിനെ സന്തോഷത്തോടെ കാണുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കായിരുന്നു. കാര്യം ഞാൻ സന്ദീപർ പറഞ്ഞു, ഇന്നലെ ആ കാര്യം പറഞ്ഞു. നമ്മളോടൊക്കെ എന്നോടൊക്കെ ആണെങ്കിൽ ക്യാൻസർ എന്നൊന്നും പറയണ്ട, അതിന് മുന്നേ തന്നെ പലപ്പോഴും നമുക്ക് ആ നിലയിൽ അപ്പം അങ്ങനെ ഒരു ടെസ്റ്റിലാണ്, ഒരു എക്സാമിലാണ് ഒരാളിന്റെ വിശ്വാസം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള പല ടെസ്റ്റുകളിലൂടെയും ചെറുതും വലുതുമായ ഇതിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഞാൻ വിശ്വാസത്തിൽ എത്ര കുറവുള്ളവനായിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവ് ഈ കുറവിനെ പരിഹരിക്കാനായിട്ട് അങ്ങ് മതിയായവനാണ് എന്നുള്ളൊരു വലിയ ഹോപ്പും കൂടാണ് ദൈവം തരുന്നത്. പണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പം ഒത്തിരി നിരാശപ്പെട്ടു പോകാൻ, കർത്താവ് ഇതെങ്ങനെ അങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ ഇല്ലല്ലോ. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നത് പോലെ കർത്താവ് നമ്മളെ ഈ നമ്മൾ ചെയ്തിട്ടില്ലാത്ത അനേകം കാര്യങ്ങളുടെ ലിസ്റ്റ് കാണിച്ചു, ഇത് കണ്ടോ, ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയും അല്ലെങ്കിൽ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനേകം കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രത്യാശയോടെ വിളിക്കുകയും നമുക്കവിടെ ക്രൂശിന്റെ വഴി കാണിച്ച് നമ്മൾ വായിക്കുന്ന പോലെ പാടുന്ന പോലെ ക്രൂശിന്റെ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. സഞ്ചാരി നീ കൂടെ വാ, അതെ, സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാനെന്ന് പറയുന്ന ആ ഒരു ഇമ്പ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് എപ്പോഴും പല സമയങ്ങളിൽ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത അനേക സാഹചര്യങ്ങൾ കർത്താവ് ഈ ഒരു കാര്യം പലപ്പോഴും പറയുന്നത്. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആ ഒരു വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. തുടർന്നും കർത്താവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യങ്ങളോടൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ സ്നേഹത്തെ കൂടുതൽ അറിയാനായിട്ടും ഞങ്ങൾ കുടുംബമായിട്ട് ജ്യോതിസ് ഒരു സ്കൂളിലും കോളേജിന്റെ ഒക്കെ സമയം കഴിഞ്ഞ് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാര്യങ്ങളോടൊക്കെ വരുമ്പം മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ മാറി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ സഭയിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പൊ അതിന് ഒപ്പിച്ചൊരു ജീവിതം ചെയ്യാനല്ല, അതിന്റെ വാസ്തവത്തിൽ യേശുവിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സന്ദീപർ പറഞ്ഞു ചോഹാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും സ്മിതയുടെ ആരോഗ്യ സമയത്ത് ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാകാനായിട്ട് തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കേണ്ടി വരുന്ന നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തില്
നോക്കിയപ്പോൾ മീറ്റിങ്ങുകളിൽ പോകുന്ന ദിവസം എനിക്ക് വളരെ ഉത്സാഹമാണ്. ഈ വചനങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഓരോ ദിവസവും ഉത്സാഹം കുറഞ്ഞു കുറഞ്ഞ് ഒരു തണുപ്പിന്റെ അവസ്ഥയിലോട്ട് പോവുകയാണ്. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു, വന്ന് പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു. അത്ര കർത്താവിനെ ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു സംരക്ഷകനായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. എന്നാല് പിന്നെ അടുത്ത മീറ്റിങ്ങില് ആകുമ്പോഴാണ് എനിക്ക് പിന്നെ ആ ഒരു ഉത്സാഹം വരുന്നത്. അതുവരെ ഞാൻ ഒരു തണുത്ത അവസ്ഥയിലാണ്. എന്നാൽ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തില് ഏറ്റവും അടുത്ത് എൻ്റെ കർത്താവിനോടൊപ്പം നടക്കുവാനായിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കാനായിട്ടും ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടി എല്ലാവരും ഈ പ്രാർത്ഥന ചോദിച്ചു. ഇതാണ് ദൈവം നടത്തിയത്. പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ ലൈഫ് കഴിഞ്ഞു. അപ്പൊ ഇനിയും കോളേജും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആയാലും ലൈക്ക് ഇപ്പം ലൈക്ക് ഹോസ്റ്റലിൽ ഇരുന്ന സമയത്തായാലും ഞാനിപ്പം ഇപ്പം എനിക്കൊരു 10th കഴിഞ്ഞ് ഞാൻ പിന്നെ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എനിക്ക് ലൈക്ക് ഫസ്റ്റ് ടൈം അവേ ഫ്രം ഹോം പേരൻസിന്റെ എടുത്തുനിന്ന് അവേ ആവുമ്പം എന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഞാൻ ഈ പേരൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ച വരാൻ പറ്റാത്ത സമയത്തൊക്കെ എന്റെ ലൈഫ് എങ്ങനെയാണ് ലൈക്ക് ഇൻ ദീസ് 2 years ഏറെക്കുറെ എനിക്ക് മനസ്സിലാക്കും. അപ്പം പിന്നെ ഞാൻ ഇപ്പം മറ്റേ 10th ആയിരുന്നപ്പോഴും പിന്നെ ഇപ്പോഴും എപ്പോഴും ചർച്ച് വരുമ്പം ആ ഒരു വീക്ക്ലി വീക്ക്ലി ഉണ്ട്, പിന്നെ ട്യൂസ്ഡേ മീറ്റിംഗ്സ്, ഫ്രൈഡേ. അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ എൻകറേജ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു കണ്ടിന്യൂസ്. പക്ഷെ ഹോസ്റ്റലിൽ കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് മീറ്റിംഗ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഇച്ചിരി ഓട്ടീസ് ഒരു ഇതായപ്പോ. അപ്പം പിന്നെ അന്നേരം ചിലപ്പോ ഹോസ്റ്റലിൽ ഇപ്പം പോകുന്ന ഇപ്പൊ ഫസ്റ്റ് വീക്ക് ഒക്കെ ബൈബിളൊക്കെ വായിക്കും, പിന്നെ അത് ഇച്ചിരി ഓട്ടീസ് ബ്രേക്ക് ആയിരിക്കും. അപ്പം എനിക്ക് ആ കാര്യം ആഫ്റ്റർ വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അങ്ങനെ വായിച്ചില്ലല്ലോ അങ്ങനെ. പിന്നെ എനിക്ക് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വരില്ലെന്ന് എനിക്ക് അങ്ങനെ വരില്ലെന്നുണ്ടോ. സോ ലൈക്ക് ഫോർവേഡായിട്ട് ഞാൻ ഇനിയും പോകുമ്പം ലൈക്ക് ഓൾ ഡിസിഷൻസ്, എസ്പെഷ്യലി ഓൾ ഡിസിഷൻസ്, എസ്പെഷ്യലി കോഴ്സിന്റെ കാര്യങ്ങള് അതൊക്കെ എടുക്കുമ്പം എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ലൈക്ക് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുമ്പം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ട്. സോ അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ലൈക്ക് വീട്ടിൽ പോയി നിൽക്കുമ്പോഴും ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാനും വീട്ടിൽ നിൽക്കുമ്പം ഓക്കെ ഇറ്റ്സ് ഫൈൻ, പേരൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ബൈബിളൊക്കെ വായിക്കും. അപ്പം അന്നേരം ഇറ്റ്സ് ലൈക്ക് ഒത്തിരി നല്ലതായിരിക്കും. എനിക്ക് തന്നെ ഒത്തിരി സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എൻകറേജിങ് ആയിട്ടൊക്കെ വന്നു. പക്ഷെ പുറത്ത് പോകുമ്പോൾ പിന്നെ ബേസിക്കലി എനിക്ക് ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമ്പം അതായത് പുറത്ത് വേൾഡിൽ നിൽക്കുമ്പം യേശുവിനായിട്ട് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ പറയുമ്പോൾ കുഞ്ഞാറൊക്കെ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഒരു സ്പിരിച്വലി ഒരു ഭയങ്കര രസമായിട്ട് അത് സ്റ്റാൻഡ് എങ്ങനെ എടുക്കാൻ. അപ്പം അങ്ങനെ പുറത്ത് വേൾഡിൽ പോകുമ്പം അങ്ങനെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റണമെന്ന് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും.
Let me hide myself from you.